കേരളത്തിലെ സുറിയാനി സഭ എന്ന് പറയുന്നത് സിറിയൻ ഭാഷ ആരാധനാക്രമത്തിൽ ഉപയോഗിക്കുന്ന തോമാസ് ലിഹ എന്ന വിശ്വാസം സ്വീകരിച്ച സഭാ സമൂഹം. കത്തോലിക്ക സഭ, യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, മാർത്തോമ സഭ, ഇങ്ങനെ തോമാസ് ലിഹയുടെ പൈതൃകം പേറുന്ന സുറിയാനി സഭയ്ക്ക് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട തിരുനാളാണ്, കടമുള്ള ദിവസമാണ് ജൂലൈ 3 ദുഗ്രാന തിരുനാൾ. ഈ പ്രാവശ്യത്തെ ദുഗ്രാന തിരുനാളിനോടനുബന്ധിച്ച് ചമ്പന്നൂര് സെന്റ് റീത്താസ് പള്ളിയുടെ അങ്കണത്തിൽ ഒരു മെഗാ മാർഗം കളി ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഈ ഇടവകയിലെ ബഹുഭൂരിപക്ഷം എല്ലാ സ്ത്രീകളും, അമ്മമാരും കുഞ്ഞുങ്ങളെല്ലാം ചട്ടയും മുണ്ടും ധരിച്ച് മാർഗം കളി പഠിച്ച് അതൊരു വലിയ പരിപാടിയായിട്ട് ഈ പള്ളിയുടെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം വൈകുന്നേരം 6 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളി അങ്കണത്തിൽ നടത്തും. അന്നത്തെ വിശുദ്ധ കുർബാനയിൽ എല്ലാ അമ്മമാരും, സ്ത്രീകളും, വനിതകളെല്ലാം ചട്ടയും മുണ്ടും വേഷത്തിൽ വരും. എന്തിനാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, സുറിയാനി സഭയുടെ പൈതൃകമായ ഒരു പാരമ്പര്യമാണ് മാർഗം കളി എന്ന് പറഞ്ഞാൽ. തോമാസ് ലീഹ കേരളത്തിൽ വന്നു എന്നും AD 52 കൊടുങ്ങല്ലൂർ വന്നു, AD 72 മൈലാപ്പൂര് ചിന്നമലയിൽ വെച്ച് രക്തസാക്ഷിത്വം വഹിച്ചു. അങ്ങനെ തോമാസ് ലീഹയുടെ പ്രവർത്തനങ്ങളെ പഴയ കാലം മുതൽ ഇന്നത്തെ തലമുറയ്ക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരുന്ന, എഴുത്തും വായനയൊന്നും ഇല്ലാത്ത കാലത്ത് ആ ചരിത്രം തലമുറകൾക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരുന്ന ഒരു കലാരൂപമാണ് മാർഗംകളി. മാർഗംകളി പാട്ട്, റംബാൻ പാട്ട്, അങ്ങനെ ചില ഗീതങ്ങളിലൂടെയാണ് ഈ തോമാസ് ലീഹയുടെ കേരളത്തിലെ വരവിൻ്റെ പാരമ്പര്യം, ഇവിടുത്തെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം ക്രൈസ്തവ സഭയ്ക്ക് ഈ നാട്ടിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ചട്ടയും മുണ്ടും സുറിയാനി സ്ത്രീകളുടെ ആഢ്യതയുടെ ഒരു വസ്ത്രമായിരുന്നു. ഇന്ന് വളരെ 1-2 പേരാണ് ഒരിടവക എടുത്താൽ ചട്ടയും മുണ്ടും ധരിക്കുന്ന അമ്മമാര്. അവരുടെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വസ്ത്രം തന്നെ അന്യമായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറയ്ക്ക്. കാരണം ഇപ്പോൾ അത് ആരും ധരിക്കുന്നില്ല. മാർഗംകളിക്ക് ഉള്ള ഒരു പ്രത്യേക വസ്ത്രമായിട്ട് അത് കണക്കാക്കണം. സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ ജാതി വ്യവസ്ഥ അതിരൂക്ഷമായിരുന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്തിൽ, നമുക്കറിയാം ചന്നാർ ലഹളയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലാണ് സംഭവമാണ്. മാറുമറയ്ക്കാനുള്ള അവകാശമില്ലാതിരുന്ന കാലത്തിൽ രാജാക്കന്മാർ സുറിയാനി സ്ത്രീകൾക്ക്, ക്രൈസ്തവ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം കൊടുത്തു. അതിൽ നിന്നാണ് ചട്ട എന്ന വസ്ത്രധാരണ രീതി, ചട്ടയും മുണ്ടും എന്ന വസ്ത്രധാരണ രീതി രൂപപ്പെട്ടത്. അതത്ര വല്ല മാർഗംകളിയുടെ അവസരങ്ങളിലൊക്കെ കാണിക്കേണ്ട ഒരു പരിഹാസ്യമായ ഒരു വസ്ത്രധാരണ രീതിയല്ല. അതൊരു പഴമയുള്ള ആഢ്യതയുടെ ഒരു മനോഹരമായ വസ്ത്രധാരണ രീതിയാണ്. ഇപ്പോൾ പല അമ്മമാരുടെയും മാതാപിതാക്കളുടെ ചിത്രങ്ങൾ വീടിൻ്റെ ഭിത്തിയിലിരിക്കുമ്പോൾ ഇപ്പോഴത്തെ തലമുറ ചോദിക്കുക, എന്ത് ഫണ്ണി, എന്ത് വസ്ത്രമാണത്? കാരണം പലർക്കത് പരിചയമില്ല. ഇനി പരിചയമില്ലാത്ത, ചട്ടയും മുണ്ടും പരിചയമില്ലാത്ത ഒരു തലമുറ നമ്മുടെ നാട്ടിൽ വളർന്നു വരികയാണ്. അപ്പോൾ ഇനി വരുന്ന തലമുറയെ ആ വസ്ത്രത്തിൻ്റെ പ്രാധാന്യം പരിചയപ്പെടുത്താം. മാർഗം കളിക്ക് തോമാസ് ലീഹയുടെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ജൂലൈ 3 വൈകുന്നേരം 6 മണിക്ക് ഈ ദേവാലയത്തിൽ, സെന്റ് റീത്താസ് ചർച്ച് ചമ്പന്നൂരിൽ, എല്ലാ യുവതികളും, അമ്മമാരും, വനിതകൾ, സ്ത്രീകൾ ചട്ടയും മുണ്ടും വേഷം ധരിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അതിനുശേഷം അവരെല്ലാവരും കൂടി നടത്തുന്ന മെഗാ മാർഗംകളി, 100-ലേറെ അമ്മമാരും കുട്ടികളൊക്കെ പങ്കെടുക്കുന്ന മെഗാ മാർഗംകളി പള്ളിയുടെ മുൻവശത്ത് മൈതാനത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവർക്കും നേർച്ച വിരുന്ന് കൊടുക്കുകയും ചെയ്യും. ഇവിടെ വരുന്ന എല്ലാവർക്കും നേർച്ച സദ്യ ഉണ്ടാവും. ഇത് നടത്തുന്നത് സുറിയാനി സഭയുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടുപോവുക, ആ വസ്ത്രധാരണ രീതി വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക. ഈ മാർഗം കളി എന്നത് വെറും ഒരു കലാരൂപമല്ലാതെ എന്തിന് ആ കലാരൂപം കേരളത്തിൽ അവതരിച്ചു, എന്തുകൊണ്ട് രൂപപ്പെട്ടു, അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം എന്ത്, അതിൻ്റെ സാംസ്കാരിക പ്രാധാന്യം എന്തെന്ന് വരും തലമുറയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്.